പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ യേശുനാഥൻ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തു നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഇട്ട ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട് ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു സഹോദരൻ തൻ്റെ വോയിസ് ക്ലിപ്പിലൂടെ വാട്സപ്പിലേക്ക് ഒരു ചെറിയ വാർത്ത ഇട്ട് തരുന്നത്. വാർത്ത ഇങ്ങനെയാണ്: നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സുപ്രീം കോടതിയിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു. ഇനി മുതൽ നമ്മുടെ വേശ്യാവൃത്തി എന്ന് പറയുന്നത് വേശ്യാവൃത്തിയല്ല, അങ്ങനൊരു സംഭവമില്ല. തൻ്റെ ലൈംഗികത അവർക്ക് വിൽക്കാം, അത് പണമാക്കാം, അത് ജോലി പോലെ ചെയ്യാം, അത് പ്രശ്നമില്ല. സുപ്രീം കോടതിയിൽ പുതിയ വിധി വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ആരും ഇനി പോലീസുകാർ അവർ വേശ്യാലയം നടത്തുന്നതിന് പിടിക്കാനോ അങ്ങനെയൊന്നും പാടില്ല, അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു നിയമം സുപ്രീം കോടതി എടുത്തിരിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത, അതിനെ ആസ്പദമാക്കിയൊരു വാർത്തയുടെ ഒരു ക്ലിപ്പാണ് എനിക്ക് ഇട്ട് വന്നിരിക്കുന്നത്. ഞാനത് വസ്തുനിഷ്ഠമായി അത് പഠിച്ച് അവിടെ ഈശോയുടെ വചനമനുസരിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് വന്നിരിക്കുന്നത്, എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ രഹസ്യം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനനിമഗ്നനായി കണ്ണുകളടച്ച് ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവേ, അങ്ങനെ ഇത്രയും കാലം ഈ വിഷയത്തെ സംബന്ധിച്ച് എവിടെയെങ്കിലൊക്കെ ഒരു സെക്സ് സംബന്ധമായ വിഷയം ഉണ്ടെങ്കിൽ പോലീസ് ഇടപെടുന്നു. ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂരിൽ കാണും, നമ്മൾ അവിടെ സ്ത്രീകളെ ഉപയോഗിക്കുന്നു, അവിടെ വാടകയ്ക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് പോലീസ് പിടിക്കും, ലൈസൻസ് ഇല്ല, അങ്ങനെയൊക്കെ നിരവധി വിഷയങ്ങൾ അതിനെപ്പറ്റി കേൾക്കുകയാണ്. എന്നാൽ ഇനി മുതൽ അങ്ങനൊരു വിഷയമില്ല. ലൈംഗികത അഥവാ സെക്സ് ഉപയോഗിച്ചുള്ള ഒരു കാര്യങ്ങൾ അത് രഹസ്യമല്ല, അത് കച്ചവട മനസ്ഥിതി ചെയ്യാം, അത് തൊഴിലാക്കാം, അത് ബിസിനസ് ചെയ്യാം, അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യാം. അതൊന്നും പോലീസ് പിടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് അവരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുന്നതാണ്, അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലാസ് വരുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവം ഏറ്റവും കൂടുതൽ കോപിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനുമായിട്ടാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ ലോകത്ത് സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി സന്താന പരമ്പരകളെ ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വിവാഹം എന്ന സംഭവത്തെ, അത് സഭാതലത്തിൽ പറയുമ്പോൾ കൂതാശെ, അല്ലെങ്കിൽ പ്രാപഞ്ചിക അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാരായിട്ട് നൽകിയിരിക്കുന്നു. ആ സന്താന പരമ്പരകളെ നിർത്തി തൻ്റെ മനുഷ്യൻ്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുക, ദൈവത്തിന് സ്തുതി പറയുക, ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുക. അത് മനുഷ്യരിൽ കൂടെ, മനുഷ്യൻ എന്ന വ്യക്തിയിൽ കൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം ലോകം അറിയുന്നതും അറിയേണ്ടതും. കാരണം മനുഷ്യൻ്റെ രൂപവും ഛായയും ഉള്ളത് ദൈവത്തിനാണ്, ദൈവത്തിൻ്റെ രൂപവും ഛായ ഉള്ളത് മനുഷ്യനുമാണ്. അപ്പോൾ അത്രമാത്രം ദൈവം മനുഷ്യനുമുള്ള ബന്ധത്തെ, ആ സ്നേഹത്തെ, അതിൻ്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചു കൊടുത്തൊരു സംവിധാനമാണ് വിവാഹം എന്നത്. ആ വിവാഹം എന്ന സംഭവത്തെ ഭൂമുഖത്ത് നിന്ന് എടുത്തു മാറ്റുക, കൂതാശികൾക്ക് വിലയില്ലാതാവുക, കുടുംബജീവിതത്തിന് വിലയില്ലാതാവുക, ബന്ധങ്ങൾക്ക് വിലയില്ലാതാവുക, വിവാഹം ഇല്ലാതെയാക്കുക, അത് ലൈംഗികതയായിട്ട്, കൃഷിയായിട്ട്, അതായത് ഒരു കൃഷിയാണിത്, ലൈംഗികത, സെക്സ് കൃഷി എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ലൈംഗിക കൃഷി എന്നൊക്കെ വേണേൽ പറയാം. അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുന്ന സംവിധാനം വിദേശ രാജ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെയെല്ലാം കൂതാശികളില്ലാതെ വന്നത്, വിവാഹം തകർന്നത്, അവിടെയൊക്കെ ലിവിങ് ടൂതർ പോലെ വന്നത്, അല്ലെങ്കിൽ സുവർഗഭോഗങ്ങൾ പോലെ സംഭവങ്ങൾ വന്നത്. അതൊക്കെ ലോകം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അറിയാവുന്നതാണ്. എന്നാൽ ഇത് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ ആസ്പദമാക്കി ദൈവം എന്തു പറയുന്നു, ദൈവവചനം എന്തു പറയുന്നു എന്നതാണ് നാം പഠിക്കേണ്ടത്. പ്രത്യേകിച്ചും ലോകം അതിൻ്റെ അന്ത്യത്തിലേക്കാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. യുഗം അതിൻ്റെ അവസാന കാലഘട്ടത്തിലെത്തി. 2013 യുഗാന്ത്യമാണ് ഞാൻ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 2027 അത് സംബന്ധിച്ച് ആഗോള യുദ്ധം തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലമെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വിധിക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യം ലോകം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ പോലെ പ്രധാനപ്പെട്ട ഒരു സനാതന മൂല്യമുള്ള ഒരു ഹൈന്ദവ തത്വശാസ്ത്രത്തെ ആസ്പദമാക്കി അതിൻ്റെ മൂല്യങ്ങളുള്ള, അഹിംസാ സിദ്ധാന്തങ്ങളുള്ള ഒരു മൂല്യമുള്ള ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇത്രയും കാലഘട്ടം വിവാഹത്തെ അതിൻ്റേതായ പാവനത്വം കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊരു സംഭവം വരുമ്പോൾ അതിനെപ്പറ്റി വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനം നമ്മളിങ്ങനെ വായിക്കണം. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയാണ്: ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവിടുത്തെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു.
അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. ഇതിനെപ്പറ്റി ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടുണ്ട്. എന്താണ് സമുദ്രമെന്നും എന്താണ് മണൽത്തിട്ടയെന്നും വളരെ വ്യക്തമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യമാകുന്ന ജനസമുദ്രം, ഇന്ത്യയിൽ 140 കോടി വരുന്ന ജനസമുദ്രം, സമുദ്രം പോലെ പരന്നു കിടക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങളുടെ മേൽ ഇത്തരമൊരു സംവിധാനം വരുമ്പോൾ അവിടെ വിവാഹത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു, കുടുംബജീവിതത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടുന്നു, അപ്പൻ മക്കൾ അമ്മ ബന്ധം നഷ്ടപ്പെടുന്നു, ഗുരു ശിഷ്യ ബന്ധം നഷ്ടപ്പെടുന്നു, പുരോഹിത സഭാതലത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു. അങ്ങനെ ഒരുപാട് വിധത്തിൽ അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുകയും കുടുംബജീവിതവും സമൂഹ ജീവിതവും ദുഷ്കരമാവുകയും ചെയ്യുന്ന വലിയൊരു അപകടത്തിൻ്റെ വക്കിലാണ് ഇതുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. നമുക്കറിയാം, പ്രത്യേകിച്ചും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ വളരെ മോശമായ സംഭവങ്ങൾ നമ്മൾ പലപ്പോഴും എല്ലാ ലോകത്തിലുള്ള പലരും കാണാറുണ്ട്. അവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ അവരെപ്പോലെ ചില പെരുമാറ്റങ്ങളൊക്കെ ചെയ്യുന്നു. അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ ലജ്ജ നഷ്ടപ്പെട്ടവരുടെ അത്തരം പ്രവൃത്തികൾ കാണുന്നവർക്ക് വളരെ ലജ്ജയായിട്ട് തോന്നുകയാണ്. അപ്പോൾ സമുദ്രത്തിൻ്റെ മണൽത്തിട്ട എന്ന് പറയുന്നത്, മണൽത്തിട്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് ജീവനില്ലാത്ത സ്ഥലമാണ്. ആ സമുദ്രം ജനപദങ്ങളുടെ മേൽ ജനരാശികളുടെ മേൽ ഇത്തരം മണൽത്തിട്ട രൂപം പ്രാപിക്കുമ്പോൾ അവിടെ വന്ന് സാത്താൻ നിലയുറപ്പിക്കുകയാണ്. ഇനി ആ നിലയുറപ്പിച്ച സാത്താൻ നമുക്ക് അവിടെ നിന്ന് മാറ്റാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഈ നിയമം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തെ ഇല്ലാതെയാക്കാൻ പറ്റുകയില്ല. ആ നിയമം അങ്ങനെ നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ബന്ധങ്ങൾ വലിയ ബന്ധനങ്ങളായിട്ട് മാറുകയും ബന്ധനങ്ങൾ പൊട്ടി സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, അത് ആരോടെ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത്? ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ. ദൈവകൽപ്പനകൾ പാലിക്കുന്നവരാണ്, ഒന്ന് ഇസ്രായേൽ ജനം, രണ്ട് കത്തോലിക്ക സഭ. ആ രണ്ട് സഭാ സംവിധാനത്തെ ആശ്രയിച്ചാണ് ലോകത്തിലെ ബാക്കിയുള്ള എല്ലാ ജനവിഭാഗങ്ങളും ജീവിച്ചു പോകുന്നത്. കാരണം എല്ലാ നിയമങ്ങളും ഇസ്രായേൽക്കാർക്ക് ദൈവം കൊടുത്ത നിയമങ്ങളാണ്. അത് ചൈനയായാലും റഷ്യ ആയാലും ലോകത്തിലെ ഏത് രാഷ്ട്രമായാലും ഇന്ത്യ ആയാലും യൂറോപ്യൻ രാഷ്ട്രങ്ങളാണെങ്കിലും എല്ലാം ദൈവം കൊടുത്ത കൽപ്പനകളാണ് അടിസ്ഥാന കൽപ്പനകൾ. ആ അടിസ്ഥാന കൽപ്പന ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാത്തു പരിപാലിക്കുന്ന രണ്ട് രാഷ്ട്രമാണ്. ഒന്ന് ഇസ്രായേൽ രാഷ്ട്രവും, രണ്ട് ഇന്ത്യയും, അതുപോലെ തന്നെ കത്തോലിക്ക സഭയും. അപ്പോൾ ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി ദൈവകൽപ്പനകൾ കാക്കുന്നവർ ഒന്ന് ഇസ്രായേൽ ജനം, രണ്ട് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവർ ക്രിസ്ത്യാനികൾ. അവരോട് യുദ്ധം ചെയ്യാൻ അവൾ എങ്ങോട്ട് പുറപ്പെട്ടു? നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഇന്ത്യയിൽ പാർലമെൻറ്റിൽ ഇത്ര നിയമങ്ങൾ പാസ്സാക്കി. അപ്പോൾ ഇങ്ങനെ നിയമങ്ങൾ പാസ്സാകുമ്പോൾ ഇനി എന്തായിരിക്കും ലോകത്ത് സംഭവിക്കുക? അങ്ങനെ മണൽത്തിട്ടയിൽ അത് നിലയുറപ്പിച്ച നമ്മുടെ സാത്താൻ പൈശാചിക തലങ്ങൾ അത് നമ്മുടെ രാജ്യങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുമ്പോൾ ഇവിടെ നമുക്കിൻ്റെ നഗരങ്ങളിൽ ഇത്തരം ബോംബെ തെരുവുകൾ നമുക്ക് കേട്ടിട്ടുണ്ട്. ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ചുവന്ന തെരുവ് എന്നൊക്കെ ഉണ്ട്. അത്തരം സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും വന്നാലും ആർക്കും നിയമ നടപടി എടുക്കാൻ പറ്റില്ല. അതൊരു ബിസിനസ്സോ അല്ലെങ്കിൽ അതൊരു കൃഷിയോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ, നമുക്കറിയാം വസ്ത്രങ്ങൾ വാങ്ങുന്ന ടെക്സ്റ്റൈലുകൾ, അതൊരു കൃഷിയാണ്. അതൊരു കൃഷി എന്ന് പറഞ്ഞാൽ ആ ലോകം മുഴുവൻ അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രങ്ങളിലും ഈ തുണി കച്ചവടം ഒരു കൃഷി പോലെ ഇങ്ങനെ തുടങ്ങി അത് വ്യവസായമായിട്ടും അതിൻ്റെ കടകളായിട്ടും ഷോപ്പിംഗ് കോംപ്ലക്സുകളായിട്ടൊക്കെ മാറുന്നത് പോലെ ഇതും വലിയ ഒരു സെക്സ് മാർക്കറ്റ് നമ്മുടെ ലോകത്തിലേക്ക്, നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അതിന് എന്താണ് പ്രശ്നം? അതിൻ്റെ അപകടാവസ്ഥ എന്താണ്? അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. വ്യഭിചാരം അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ പ്രാപിക്കും. അത് പിന്നെ വ്യഭിചാരം എന്നൊരു വാക്കുണ്ടാവുകയില്ല. അത് അങ്ങനെ വ്യഭിചാരം എന്ന് പറയുന്ന സംഭവമില്ല. ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നവരും സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് അന്യ സ്ത്രീയോടുകൂടെ പോയാലും സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനോട് പോയാലും അത് നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ കുടുംബ ബന്ധങ്ങൾ അതിൻ്റെ പൂർണ്ണമായ തകർച്ചയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മക്കൾ അനാഥരാകും. മാതാപിതാക്കന്മാർ മക്കളെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ മക്കൾ അനാഥരാകും. മക്കൾ അനാഥരാകുമ്പോൾ സ്നേഹം എന്ന ആ കുടുംബ ബന്ധത്തിൻ്റെ അവസ്ഥ ഇല്ലാതാവും. അങ്ങനെ വരുമ്പോൾ ദുഷ്ടമായ പ്രവൃത്തികൾ, ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് വരുന്ന ക്രൂരതകൾ, ചതികൾ, വഞ്ചനകൾ, അത്തരം സംഭവങ്ങൾ സമൂഹത്തെ മറ്റൊരു വലിയ തലങ്ങളിലേക്ക് മാറ്റും. അതിൻ്റെ പശ്ചാത്തലഫലമായിട്ട് ഭൂമിയിൽ സംഭവിക്കുന്ന മറ്റൊന്നാണ് ഈശോ രണ്ടാമത്തെ വരവിന് മുമ്പ് സംഭവിക്കുന്ന രണ്ട് അടയാളങ്ങൾ സംഭവിക്കും. ഒന്ന്, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യദിനം. നോഹയുടെ പെട്ടകം പണിയുന്ന കാലഘട്ടങ്ങളിൽ ലോകത്ത് മുഴുവനും അശുദ്ധിയും മ്ലേച്ഛതയും അശ്ലീലവും സുവർഗഭോഗങ്ങളും
അതുപോലെ അന്നത്തെ ഏറ്റവും വലിയ പൈശാചിക തിന്മകളുടെ അടിമത്തത്തിലേക്ക് ലോകം പോയതുപോലെ രണ്ടാമത് ലോകത്തിൻ്റെ നാൾ സംഭവിച്ചു എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യത്തിന് അന്ന് സ്വർഗ്ഗഭോഗം അതിൻ്റെ പൂർണ്ണാവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് തീയും കന്നുമരക്ക് സ്വതവും ഗോമാറയെ നശിപ്പിച്ച് നമുക്ക് അറിയാം. അതെല്ലാം ചരിത്രപരമായ സത്യങ്ങളാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. എന്നാൽ അതേ പശ്ചാത്തലം ഈ രണ്ട് സംഭവങ്ങളിലെയും പശ്ചാത്തലം വീണ്ടും ഭൂമിയിൽ ഒന്നുകൂടി രൂപം പ്രാപിക്കുകയും ഈ ലോകത്തിൻ്റെ അഗാധങ്ങളിൽ കിടന്ന പൈശാചിക തിന്മകൾ തലപൊക്കി അത് സമൂഹത്തെ ഒന്നായി വിഴുങ്ങുകയും ആ സമൂഹമോ രാഷ്ട്രമോ ഇനി പ്രപഞ്ചം പോലും ഈ ലോകം പോലും ഈ പൈശാചിക തിന്മയുടെ അടിമത്തത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇനി അത് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് പറഞ്ഞേ അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം തിരുവചനം നിങ്ങൾ വായിച്ചാൽ മതി. അവിടുന്ന് 13-ാം അധ്യായത്തിലേക്ക് വന്നിരുമ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? വെളിപാട് പുസ്തകം 13-ാം അധ്യായം 4-ാം തിരുവചനമാണ് ഇപ്പോൾ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു പൈശാചിക തിന്മയുടെ ശക്തിയാണ്. ഈ ശക്തിയെ തകർക്കാൻ ആരെക്കൊണ്ട് സാധിക്കും? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയുന്ന കർത്താവ് പറയുന്നത്? മാനുഷികമായി ഇതിനോട് പോരാടുക സാധ്യമല്ല. കാരണം ഇതൊരു പൈശാചിക തിന്മ. ഇപ്പം ഇന്ത്യയിൽ സംഭവിച്ച ആ നിയമത്തെ മാറ്റാൻ ആരെക്കൊണ്ട് സാധിക്കില്ല. അതിൻ്റെ പരിണിതഫലമായി നമ്മുടെ തെരുവുകളിൽ വേശ്യാലയങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അനാശാസ്യ പ്രവൃത്തി നടക്കുകയോ ചെയ്താൽ പിന്നെ അതിന് അനാശാസ്യ പ്രവൃത്തി ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഗവൺമെൻറ് ലൈസൻസ് നൽകിയതുപോലെ ഇരിക്കും. അത് അവിടെയൊക്കെ വലിയ വ്യഭിചാരത്തിൻ്റെ വലിയ തിന്മകൾ അവിടെ സംഭവിക്കും. അതോടനുബന്ധിച്ച് കൊലപാതകങ്ങൾ വർദ്ധിക്കും, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും, മനുഷ്യൻ്റെ ആത്മീയ തലം പൂർണ്ണമായി നശിക്കും, വിശുദ്ധിയും വിശ്വാസവും നഷ്ടപ്പെടും, ദൈവത്തെ തള്ളിപ്പറയും, കൂദാശികളെ തള്ളിപ്പറയും, സഭയെ തള്ളിപ്പറയും, അവർ കുടുംബ ബന്ധങ്ങളെ തള്ളിപ്പറയും, ഭാര്യാഭർത്തക്കന്മാർ തമ്മിൽ കലഹിക്കും, അവിവാഹിത യുവാക്കന്മാർ വഴിപിഴച്ചു പോകും, അവിവാഹിത യുവതികൾ വഴിപിഴച്ചു പോകും, ഡിവോഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കും, ലിവിങ് ടുഗദർ കൂടും, അതിൻ്റെ പേര് സ്വർഗ്ഗഭോഗങ്ങളും. ഇതോടനുബന്ധിച്ച് അനേകം മയക്കുമരുന്ന് സംവിധാനങ്ങളും അനേകം മദ്യശാലകളും എല്ലാം ഉണ്ടാകുമ്പോൾ ശരിയായ ഒരു സോദോം ഗോമോറ ഭൂമിയിൽ രൂപം പ്രാപിക്കുമെന്നും അത് ഉടൻ തന്നെ സംഭവിക്കുമെന്നും അതിനുവേണ്ടി മനുഷ്യ ഹൃദയങ്ങളെ, മനുഷ്യ സമുദായത്തെ, രാഷ്ട്ര നിയമങ്ങളെ മണൽത്തിട്ടിയാക്കി മാറ്റി അതിന്മേൽ ഇത്തരം സാത്താനെ സ്ഥാപിക്കുമെന്നും കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ സംഭവം എത്ര യാഥാർത്ഥ്യമാണ്, എത്ര സത്യമാണ്, എത്ര മുമ്പിൽ നമ്മുടെ അടുത്തെത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ തന്നെ നമ്മുടെ ധ്യാന ഹാളുകളിലും ധ്യാന സെൻറ്ററിലും നമ്മൾ എവിടെ ധ്യാനം കൂടിയാലും, കേരളത്തിലെ ഏത് ധ്യാന സെൻറ്ററിൽ പോയി കൂടിയാലും അവിടെ ഏറ്റവും കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കുന്നതും അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥനാക്കാരോട് പറയുന്നതുമായ വിഷയം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാണ്. കൂദാശികളിൽ നിന്നും ഓടിയകലുന്ന മനുഷ്യർ കൂദാശികൾക്ക് വില നൽകാതെ ഇരിക്കുമ്പോൾ, കൗദാശികളുടെ വിശുദ്ധിയും ശക്തിയും നഷ്ടപ്പെടുമ്പോൾ ബന്ധങ്ങൾ ശിഥിലമാകുകയാണ്. നമുക്കറിയാം കേരള സഭയിലെ ഒക്കെ അനേകം തർക്കങ്ങളും പ്രശ്നങ്ങളും കുർബാന തർക്കങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സംഭവിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയം മണൽത്തിട്ടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് അച്ഛൻ്റെ ആയാലും മത്രാൻ്റെ ആയാലും സഭയുടേതായാലും എൻ്റേതായാലും ആരുടെ ആയാലും മനുഷ്യ ഹൃദയം എവിടെ മണൽത്തിട്ടിയായോ, ജീവൻ ദൈവിക ചൈതന്യം നഷ്ടപ്പെടുന്നുവോ അവിടെ എന്തു സംഭവിക്കും? അത് സോദോം ഗോമോറയായിട്ട് മാറും, മണൽത്തിട്ടിയായിട്ട് മാറും. ഇപ്പോൾ അത് മണൽത്തിട്ടിയായിട്ട് മാറാനുള്ള എല്ലാ പശ്ചാത്തലവും ലോകത്തും വിദേശ രാജ്യങ്ങളൊക്കെ സംഭവിച്ചു നമുക്കറിയാം. അവിടെയൊക്കെ മൂല്യത്തകർച്ചകൾ ധാരാളമാണ് നമുക്കറിയാം. പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഒക്കെ നമുക്കറിയാം. അവിടെ കുർബാനകളില്ല, കൂദാശികളില്ല, വിവാഹത്തിന് പ്രാധാന്യമില്ല, വിവാഹം കഴിച്ചവർ തന്നെ ഡിവോഴ്സായിട്ട് പോകുന്നു, പിന്നെ അത് ലിവിങ് ടുഗദറിലേക്ക് പോകുന്നു, അത് പിന്നെ മറ്റ് അശുദ്ധിയിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. എന്നാൽ ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തും ഒരുപക്ഷെ നമ്മുടെ മക്കളിൽ കൂടെ നമ്മുടെ ഭവനങ്ങളിലേക്കും ഇതൊക്കെ കടന്നു വരുന്ന സാഹചര്യം വരുമ്പോഴാണ്, കുടുംബ ബന്ധങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ വേറൊരു വചനം പറഞ്ഞിട്ടുണ്ട്. ഇനിമേൽ മാതാപിതാക്കന്മാർ മക്കൾക്കെതിരായും മക്കൾ മാതാപിതാക്കന്മാർക്കെതിരായും കരമുയർത്തും, മക്കൾ മാതാപിതാക്കളെ വധിക്കും, മാതാപിതാക്കൾ മക്കളെ വധിക്കും. ഇതൊക്കെ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന വചനം നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ ഏത് രീതിയിലാണ് നമ്മുടെ അടുത്തേക്ക് വരിക? ഇത്തരം പൈശാചിക തിന്മകളിൽ കൂടെ മക്കളുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അപ്പനോ അമ്മയോ ചെയ്തതിന് ശേഷം തിരിച്ച ഭവനത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് സ്ഥാനമാനങ്ങൾക്ക് വില നൽകാൻ പറ്റുകയില്ല. അപ്പനെ അപ്പനായിട്ട് കാണാൻ പറ്റുകയില്ല, ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റുകയില്ല, ഭർത്താവിനോടുള്ള ബഹുമാനം ഭാര്യയ്ക്ക് നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ കുടുംബ കലഹങ്ങൾ, അവിടെ വലിയ കൊലപാതകങ്ങൾ വരെ സംഭവിക്കുന്ന അതിഭയാനകമായ സംഭവം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ് പ്രിയപ്പെട്ട. ഇത് കുടുംബസ്ഥലത്തിൽ മാത്രമല്ല, ഇത് സഭാതലത്തിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത്.
അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു വൈദികൻ അല്ലെങ്കിൽ കന്യാസ്ത്രീ എന്നൊക്കെ നമ്മൾ പാവനത്വം കൊടുക്കുന്നുണ്ട്, മഹത്വം കൊടുക്കുന്നുണ്ട്. അവരെയും നിയമം എല്ലാം ബാധിക്കുമല്ലോ. ഇപ്പോൾ ഒരു വൈദികനോ ഒരു കന്യാസ്ത്രീയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നു കണ്ടു, അത് ഉപയോഗിച്ചു, ആ അശ്ലീലം ഉപയോഗിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാലും ഇത് ഗവൺമെൻറ് നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് വിഷയമില്ലല്ലോ. അപ്പോൾ പിന്നെ നിയമപരമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ദൈവമായിട്ടുള്ള ബന്ധം, എന്ത് ദൈവം ഏത് ദൈവം എന്നുള്ള രീതിയിൽ അതിനെ തള്ളിക്കളഞ്ഞാൽ ഈ സംഭവം ഒറിജിനൽ ഒരു സ്വതവും ഗോമറയായിട്ട് ഭൂമിയിലേക്ക് വരും. അത് വരാൻ അധികം താമസമില്ല. പ്രിയപ്പെട്ട ഈ വചനം കൃത്യമായിട്ട് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 17-ാം തിരുവചനത്തിലാണ്. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളെ അവശേഷിക്കുന്നവരുടെ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അങ്ങനെ സാത്താൻ അങ്ങനെ പുറപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പുറപ്പെട്ട് അത് ഇന്ത്യയിലും വന്ന് കയറി അത് സമുദ്രത്തിലെ മണത്തിട്ടുമേൽ നിലയുറപ്പിച്ചെന്ന് പറയുമ്പോൾ അത് ഇന്ത്യ മഹാസമുദ്രമാകുന്ന ഇന്ത്യൻ ജനമാകുന്ന സമുദ്രത്തിന് മേൽ പാർലമെൻറ്റിൽ കൂടെ കയറി അത് ജനങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തിയെങ്കിൽ ആ പാർലമെൻറ്റിലും ജനങ്ങളിലും അത് എന്നേക്കുമായിട്ട് വസിക്കും. അതിൻ്റെ പരിണത ഫലമായി നമ്മുടെ ഇന്ത്യ രാജ്യവും അല്ലെങ്കിൽ നമ്മുടെ കേരളവുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സഭകൾ പോലും എന്തായിട്ട് മാറും? വലിയ വ്യഭിചാര ദുർഭൂതം വസിക്കുന്ന വലിയ തിന്മയുടെ പിടുത്തത്തിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു കാണും. റോമാക്കാർക്കെതിരെ ലേഖനം നമ്മൾ കണ്ടു. റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ അവിടുന്ന് കർത്താവ് വിളിച്ചതിന് എന്താണ്? നിങ്ങളുടെ നട്ടെല്ല് എപ്പോഴും വളഞ്ഞാണിരിക്കുന്നത് പറഞ്ഞെങ്കിൽ കർത്താവ് പറയുകയാണ്, ഇനി നിങ്ങളുടെ നട്ടെല്ലെന്ന ഒരു സാധനം നിങ്ങൾക്കുണ്ടാവുകയില്ല, നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ പറ്റില്ല. വിശുദ്ധിയാണ് ശക്തി, പരിശുദ്ധിയാണ് ശക്തി. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകുമെന്ന് വന്നിരിക്കുന്നത്. നിവൃത്തിയാവുന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവുമല്ലോ. പടിപടിയായി സംഭവിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ കൗതാശിക തലം നഷ്ടപ്പെട്ടു? അവിടുത്തെ ജനമേ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മണത്തിട്ടയായിട്ട് മാറി, അമേരിക്കൻ രാഷ്ട്രങ്ങൾ മണത്തിട്ടിയായിട്ട് മാറി, ചൈന പോലുള്ള രാഷ്ട്രങ്ങൾ മണത്തിട്ടിയായിട്ട് മാറി. അങ്ങനെ വന്നപ്പോൾ സനാതന മൂല്യത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഇന്ത്യയിലെ ഹൈന്ദവ തത്വശാസ്ത്രങ്ങൾ സനാതന മൂല്യത്തെ നശിപ്പിച്ച് അവിടെയും മണൽത്തിട്ടയായിട്ട് മാറിയെങ്കിൽ ഇനി സഭയും മണൽത്തിട്ടയായിട്ട് മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, സഭയിലൊക്കെ അനേകം പ്രശ്നങ്ങളാണ്. വിശ്വാസനും വിശുദ്ധിക്കും ഒരു സ്ഥാനവുമില്ല, അതിന് മൂല്യമില്ല, അങ്ങനെ പഠനമേ നടക്കുന്നില്ല. ഒരു കുർബാനയിൽ പോകുന്നു എന്നുള്ളതല്ലാതെ അതിനകത്തൊന്നും ആഴങ്ങളുടെ ആത്മീയ തലങ്ങളില്ല. അങ്ങനെ വരുമ്പോൾ കർത്താവ് പറയാണ്, അത് മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അതിനുശേഷം കർത്താവ് പറയാണ്, മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അത് മൃഗസ്വഭാവമുള്ള ഒരു രാഷ്ട്രം ലോകത്തിലേക്ക് വരും. എതിർക്രിസ്തുവിൻ്റെ കാലഘട്ടം 2030 അധികാരത്തിൽ വരുമ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതിൽ എതിർക്രിസ്തുവിൻ്റെ സ്ഥാനമുള്ള അല്ലെങ്കിൽ ഒരു മൃഗസ്വഭാവമുള്ള രാഷ്ട്രം ഈ ലോകത്തിൻ്റെ ഭരണാധികാരിയായിട്ട് വരികയും ഈ രാജ്യത്തിൻ്റെ അധികാരം അവൻ കൈയാളുകയും ചെയ്യുമ്പോൾ അവൻ ആരെയും കൊല്ലാനുള്ള അധികാരം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾ അതിശക്തമായി നമ്മുടെ വീട്ടുപിടിക്കൽ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തൊട്ടടുത്ത് ദേവാലയങ്ങൾക്ക് മുമ്പിൽ വ്യഭിചാരശാലകളും മദ്യശാലകളും വരുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വലിയ പ്രശ്നങ്ങൾ വരും. അത് പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ സ്വസ്ഥതയും സമാധാനവും കുടുംബജീവിതവും കുടുംബമഹത്വവും മാതാപിതാക്കന്മാർ തമ്മിലും അധ്യാപകർ കുട്ടികൾ തമ്മിലും വൈദികർ ജനങ്ങൾ തമ്മിലും ഇവരെല്ലാം ജനങ്ങൾ തമ്മിലടിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. അന്ന് കർത്താവ് പറഞ്ഞ വചനങ്ങൾ 2000 മുമ്പ് പറഞ്ഞ വർഷങ്ങൾ, ആ വർഷങ്ങൾക്ക് പറഞ്ഞ വചനങ്ങൾ ഇപ്പോൾ ഇനി നമ്മുടെ കൺമുമ്പിൽ നാം കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2-ാം മുദ്ര പൊട്ടും. എപ്പോഴാണ് 2-ാം മുദ്ര പൊട്ടുന്നത്? 2028 2-ാം മുദ്ര പൊട്ടും. അതിനു മുമ്പ് 2027 1-ാം മുദ്ര പൊട്ടുമ്പോൾ ഇത് സംഭവിക്കും. വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, അവൻ കുഞ്ഞാടായി 7 മുദ്രകളിൽ 1 തുറന്നപ്പോൾ ഞാൻ നോക്കി, ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. അതിൻ്റെ പുറത്തിരിക്കുന്നവന് വില്യമായിരിക്കുന്ന ഒരുവൻ, അവന് ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജയത്തിനാഥ ആരംഭിച്ചു. അത് യേശു ക്രിസ്തു വരുന്ന ഭാഗമാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ കർത്താവ് നയിച്ചുകൊണ്ട് യുദ്ധം ആരംഭിക്കുകയാണ്. 2-ാം മുദ്ര പൊട്ടുമ്പോൾ എന്ത് സംഭവിക്കും? 2-ാം മുദ്ര തുറന്നപ്പോൾ 2-ാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കനൽ നിറമുള്ള മറ്റൊരു ജീവി കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരിക്കുന്നവൻ അധികാരം നൽകപ്പെട്ടു. അവനൊരു വലിയ ഖഡ്ഗവും നൽകി. അതാണ് 2-ാം മുദ്ര. 2022 2-ാം മുദ്ര പൊട്ടുമ്പോൾ മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനം, ഭൂമിയിൽ നിന്ന് വിശുദ്ധി. സമാധാനം പറഞ്ഞാൽ യേശു പറഞ്ഞാൽ വിശുദ്ധി പറഞ്ഞാൽ വിശുദ്ധിയുടെ നിയമങ്ങൾ അത് എന്നേക്കുമായിട്ട് എടുത്തു മാറ്റപ്പെടുകയും
പരസ്പരം മനുഷ്യ സമുദായങ്ങൾ തമ്മിലടിച്ച് കൊന്ന് തെരുവീതികളിൽ മനുഷ്യ ശവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സംഭവം മനുഷ്യരുടെ കണ്ണുകൾ കാണുന്ന കാലം വരും. അത് തൊട്ടടുത്താണുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് തൻ്റെ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും എന്ന് പറഞ്ഞെങ്കിൽ ആ സമയത്ത് സഭയുമില്ല, കുർബാനയുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യന് ശൂന്യത, വിശുദ്ധിയും സ്നേഹവും ശക്തിയും നഷ്ടപ്പെട്ട് ബന്ധങ്ങൾ നശിച്ച് ബന്ധനങ്ങളായിട്ട് മാറുമ്പോൾ പരസ്പരം കൊലപാതകം നടക്കും. അതുകൊണ്ട് അവർ മനുഷ്യൻ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തവന് അധികാരം നൽകപ്പെട്ടു. പ്രിയ സഹോദരരെ, നമ്മൾ ഇന്ന് വരെ ഒരു തത്വസംഹിതയിൽ, ഒരു നിയമസംഹിതയിൽ, ഒരു തത്വശാസ്ത്രത്തിൽ, ഒരു സഭാതലത്തിൽ, എവിടെ ചെന്നാലും ഒരു ആത്മീയ നിയമങ്ങളുണ്ട്. ഒരു ഓഫീസിലാണെങ്കിൽ ഓഫീസിൻ്റെ നിയമമുണ്ട്, സ്കൂളിലാണ് സ്കൂളിൻ്റെ നിയമങ്ങളുണ്ട്, ദേവാലയത്തിലാണ് ദേവാലയത്തിൻ്റെ നിയമങ്ങളുണ്ട്, ഒരു സർക്കാർ സ്ഥാപനം അവിടെ അതിൻ്റെ നിയമമുണ്ട്, രാജ്യങ്ങളിൽ പാർലമെൻറ്റ് നിയമമുണ്ട്, സംസ്ഥാനങ്ങളിൽ നിയമസഭയുടെ നിയമങ്ങളുണ്ട്. ഇതെല്ലായിടത്തും നിയമമുണ്ട്. എന്നാൽ 2028 വരുമ്പോൾ ഒരു നിയമവും ഭൂമിയിലില്ലാതെ ആ നിയമത്തെ മുഴുവൻ മറികടന്ന് അതിനെ മുഴുവൻ അട്ടിമറിച്ച് എതിർ ക്രിസ്തു അധികാരത്തിൽ ഏറ്റെടുത്തു വരുമ്പോൾ അവൻ ഇഷ്ടമുള്ളവരെ കൊല്ലാനും ഇഷ്ടമുള്ളവരെ വ്യഭിചരിക്കാനും സാധിക്കുന്ന സംവിധാനം ഈ ലോകത്ത് വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം വെളിപാട് 13 എന്താ പറഞ്ഞിരിക്കുന്നത്, അതിനിപ്പോൾ പറഞ്ഞു ലഭിച്ചു. അതൊന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. ഏതാണ്? മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ വ്യഭിചാരമെല്ലാം സർപ്പ ആരാധനയായിട്ട് വരും. ഇതൊക്കെ വലിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന പോലെ വരും പ്രിയപ്പെട്ടവരെ. വലിയ സെക്സ് മാർക്കറ്റുകൾ വരും, വലിയ സെക്സ് ഓഫീസുകൾ വരും, വലിയ വലിയ വ്യഭിചാരശാലകൾ വലിയ രീതിയിൽ വലിയ സ്ഥാപനങ്ങളായിട്ട് വരും. അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ വലിയ ആഘോഷത്തോടെ നടക്കും. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ നമുക്ക് എപ്പോൾ ചെന്നാലും ഏത് സെക്സും ആസ്വദിച്ചിട്ട് പോരാ, ഏത് സെക്സും ഉപയോഗിച്ചിട്ട് പോരാവുന്ന രീതിയിലേക്ക് ലോകം മാറും. അതുകൊണ്ടാണ് അത് രണ്ടാമത്തെ മുട്ടുമ്പോൾ അത് സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യും? മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ സമാധാനം എടുത്തു കളഞ്ഞുകൊണ്ട് ഈ ലോകം അതിൻ്റെ അന്ത്യയാത്ര 2027 മുന്നോട്ട് പോകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമായ വലിയ ഭയാനകത, ഭീകരത, ഈ കൊലപാതകവും വ്യഭിചാരവും പിടിച്ചുപറിയും മോഷണമുണ്ട് ഈ ലോകം നിറയുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം അതിദുസ്സഹമായി മാറും. അവിടെയെല്ലാം നിന്നെ സംരക്ഷിക്കാൻ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനം അവിടെ കർത്താവ് എടുത്തു പറയുന്നുണ്ട്. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. എന്തെന്നാൽ നീ എൻ്റെ വചനം അനുശാസിച്ചു, അത് വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധിയും പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് എല്ലാവിധ അശുദ്ധിയും നമ്മുടെ മാറി നിൻ്റെ കണ്ണിനെയും കാതിനെയും സകല ഇന്ദ്രിയത്തെയും വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവുണ്ടെന്ന് നീ ഓർത്തുകൊണ്ട് പരിശുദ്ധിയോട് ഒരുങ്ങി കാത്തു നിന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ സംരക്ഷിക്കും. എന്നാൽ ഈ ദൈവിക സംരക്ഷണം ഇല്ലാതെ വരുന്ന ആരെങ്കിലും ഭൂമിയിലുണ്ടെങ്കിൽ അവരുടെ സമാധാനം അവിടെ പിന്നെ മനുഷ്യർ പരസ്പരം ഹിംസിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ പാർലമെൻറ്റിലും ഇപ്പോൾ അത് പാസ്സാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം. ഇപ്പോൾ നമുക്കറിയാം UK, നമ്മൾ ലണ്ടനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അവിടെ വിദേശ മലയാളികൾ ചെന്നു, വിദേശ രാജ്യങ്ങളിൽ ചെന്നു, അവിടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ്? അവർ സ്വസ്ഥമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്ന ലണ്ടൻ എന്ന രാഷ്ട്രത്തിൽ ഇന്ന് സ്വസ്ഥത സമാധാനം ഇല്ലാതെ എന്തുകൊണ്ടാണ്? അവിടെ കൂദാശകൾ നഷ്ടപ്പെട്ടു, കുർബാനകൾ നഷ്ടപ്പെട്ടു, കുമ്പസാരം നഷ്ടപ്പെട്ടു, അതിന് വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെട്ടു, വിശുദ്ധ ഗ്രന്ഥത്തിന് പ്രാധാന്യമില്ലാതെയായി, വിശുദ്ധ കുർബാനയ്ക്ക് പുല്ലിൻ്റെ വിലയായി, വിവാഹത്തിന് യാതൊരു പ്രാധാന്യം വിലയുമില്ലാതെയായി. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? അവിടെ അപാരമായ കലുഷിതമായ രാഷ്ട്രമായിട്ട് മാറി. സ്വസ്ഥയും സമാധാനം നഷ്ടപ്പെട്ടു, ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, ബന്ധനങ്ങളായിട്ട് മാറി, തെരുവീതികൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന വലിയ തീയും പുകയുമുള്ള സ്ഥലങ്ങളായിട്ട് മാറി, ആ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതെല്ലാം നമ്മയും കാത്തിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. സ്വസ്ഥത എന്താണെന്ന് നമ്മൾ അല്പം ഇപ്പം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വസ്ഥതയും സമാധാനവും എന്നേക്കുമായിട്ട് പോയി മറയും. അത് കർത്താവ് വിശുദ്ധത്തിൽ അതും എഴുതി വെച്ചിട്ടുണ്ട്. വെളിപാട് 18:4 കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. അവൾ കലർത്തി കൊടുത്തുപോലെ അവൾക്കും ഇരട്ടി കലർത്തി കൊടുക്കുകയും എൻ്റെ ജനമേ അവിടുന്ന് ഓടിയകലുവിൻ. ഈ വചനമൊക്കെ നിങ്ങൾ പഠിച്ചോണം പ്രിയപ്പെട്ടവരെ. ഇതൊന്നും പഠിപ്പിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് ആരും വരുമെന്ന് വിചാരിച്ചേക്കരുത്. ഇതൊക്കെ മുന്നറിയിപ്പ് എന്ന രീതിയിൽ മുൻകൂട്ടി നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പ്രവാചക ദൗത്യമോ വരമോ പോലെ നിങ്ങൾ ചിന്തിച്ചോണം. ആ സ്വരത്തിൽ നിങ്ങളിത് ഗ്രഹിച്ചോണം പ്രിയപ്പെട്ടവരെ. നമുക്ക് അവിടുന്ന് രക്ഷ കിട്ടണമെങ്കിൽ, നിന്നെ ഞാൻ സംരക്ഷിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ വചനം ഓർത്തിരിക്കണം. അതുപോലെയുള്ള വിശ്വാസവും വിശുദ്ധിയും പ്രാർത്ഥനയും
നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് എളിദാസിൻ്റെ ധ്യാന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ ഓടി വരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ. ഇനി വരുന്ന മാസം മുതൽ നമ്മുടെ ഭവനത്തിലും ധ്യാന നിർമ്മാണ സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ അറിയിപ്പോൾ പുറകെ വരും. ഇപ്പോൾ നമുക്ക് ഈ മാസം അവസാനം 26, 27, 28, 29 തീയതികളിൽ, ജൂൺ മാസം 26 മുതൽ തുടങ്ങി 29 തീയതി 4 മണിക്ക് തീരുന്ന 3 ദിവസത്തെ ധ്യാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമുക്ക് സംഭവിക്കുകയാണ്, നടത്തുകയാണ്. 2ാമത്തെ ധ്യാനമാണ്. ബുക്കിംഗ് ഉണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ് ആ സംവിധാനത്തേക്ക് വരാവുന്നതാണ്. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. ത്രിതല ജ്ഞാന തലങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി ആ ദൈവം അർത്ഥമാക്കുന്ന വചനത്തിന് ആളുകൾ ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചു വെച്ചു. കർത്താവിൻ്റെ വരവ് ഉടനുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവാണുള്ളൂ പ്രിയപ്പെട്ട സഹോദരൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പടിവാതിലിലാണ്, വരാൻ സമയമായി. സഭാന്റെ പുസ്തകം പറഞ്ഞ അവൻ്റെ ആ ദിനം ആസന്നമായിരിക്കുന്നു, അത് അത്യാസന്നമായിരിക്കുന്നു, അത് അതിവേഗം വരുന്നു. ഇതാ കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു, അത് അത്യാസന്നമായിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ മുമ്പിൽ 2023 യുഗാന്ത്യത്തിലേക്ക് ചുരുങ്ങിയ വിരലിൽ എണ്ണാൻ പോലും സമയമില്ല, അത്രമാത്രം അടുത്തെത്തിയിരിക്കുന്നു. ആ പശ്ചാത്തലത്തെ ഓർത്തുകൊണ്ട് നമുക്ക് കൂടുതൽ ശക്തമായിട്ട് ഒരുങ്ങാം. അതിനായി നമ്മെ ഓരോരുത്തരും സർവശക്തനായ യേശുനാഥൻ്റെ തിരുവചനങ്ങൾ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ തിരുവചനങ്ങളുടെ ശക്തിയും ജ്ഞാനവും നമ്മൾ നിറയട്ടെ. പരിശുദ്ധാത്മാവെന്ന അഗ്നി എന്നിൽ കത്തിജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയും സ്നേഹവും എന്നിൽ നിറയട്ടെ. ആ പരിശുദ്ധാത്മ എന്നിൽ നിറയുമ്പോൾ കൂദാശകളോടും ദൈവജനത്തോടും സഭയോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും താല്പര്യം വർദ്ധിപ്പിക്കാൻ ഇടയാകട്ടെ. അങ്ങനെ എല്ലാവിധ അശുദ്ധിയും മ്ലേച്ഛതയും എല്ലാവിധ അസമാധാനങ്ങളും അസ്വസ്ഥകളും നമ്മിൽ, നമ്മുടെ ഭവനത്തിൽ നിന്ന്, മക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് പടിയിറങ്ങിപ്പോകട്ടെ. അതെല്ലാം കാൽവരിയോട്ടെ പോട്ടെ. നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് പ്രാർത്ഥനാപൂർവ്വം, ഉപവാസപൂർവ്വം പ്രാർത്ഥനയുടെ ഒരു യജ്ഞം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു, എളിദാസിൻ്റെ വചനത്തിലേക്ക് വരണം. പ്രാർത്ഥനാപൂർവ്വമായിരിക്കണം. വളരെ വിശുദ്ധിയോടെ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്ന അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ അറിയണം. വരുന്ന വർഷം എന്തു സംഭവിക്കും, പിന്നത്തെ വർഷം എന്തു സംഭവിക്കും, വ്യക്തമായ ധാരണയും ബോധ്യം നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ തന്നെ തകർച്ചയുടെ വക്കിലാണ് ലോകവും സഭയും കുടുംബവും ഉള്ളത്. അപ്പോൾ ഇനി അത് പൂർണ്ണാവസ്ഥയിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള നാശം സംഭവിക്കാതെ കർത്താവായി യേശു ക്രിസ്തുവിനെ സന്ധ്യാസമയത്തിൽ പ്രാർത്ഥിക്കണം, ധ്യാനങ്ങൾക്ക് പോകണം, കുമ്പസാരം ശക്തിപ്പെടുത്തണം, കുർബാനയും ധ്യാനങ്ങളും ആരാധനകളും ബലപ്പെടണം, അതിൽ ആഴപ്പെടണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ നമുക്ക് പിടിച്ചിരിക്കാൻ മറ്റു മാർഗങ്ങളില്ല. അല്ലെങ്കിൽ അത്രമാത്രം അതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ജ്ഞാനം ആർജിച്ചവരായിരിക്കണം. യേശു ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസവും വിശുദ്ധിയും ജ്ഞാനവും നമുക്കുണ്ടെങ്കിൽ നമ്മളെ തകർക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പരുവത്തിലേക്ക്, ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് വളരേണ്ടതായിട്ടുണ്ട്. അതിനെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഈശോ, സർവ്വശക്തനായ ഈശോ നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.